മക്കയിലെ ചിരപുരാതനമായ ചരിത്രപ്രസിദ്ധമായ ലജ്നാൻ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുകൂടി ഒരു കൈയിൽ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചു മറുകൈയിൽ ചാട്ടവാറും പിടിച്ച് പ്രാകൃത വേഷധാരിയായ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച വിശന്നൊട്ടിയ വയറുമായി തൻ്റെ മുമ്പിൽ നടന്നു പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ ഒട്ടിയ വയറിലേക്ക് ഭീതിയോടെ നോക്കി ലജ്നാൻ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുകൂടി 1500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാട്ടവാറുകൊണ്ട് തൻ്റെ മുമ്പിലൂടെ പോകുന്ന ഒട്ടകക്കൂട്ടങ്ങളെ തെളിച്ചുകൊണ്ട് നടന്നു പോകുന്ന കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച പ്രാകൃത വേഷധാരിയായ ഭീതിയോടെ വിശന്നൊട്ടിയ ഒട്ടകത്തിന്റെ വയറിലേക്ക് നോക്കുന്ന ഒരു ഇടയ ചെറുക്കൻ. ആ ചെറുക്കൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വല്ലാത്ത ഒരു ഭീതി അവനെ അലട്ടുന്നുണ്ട്. ആ പ്രാകൃതനായ കീറിപ്പറഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആട്ടടയനായ ചെറുക്കനെ അലട്ടുന്ന ഭീതി മറ്റൊന്നുമല്ല. വൈകുന്നേരം ഒട്ടകക്കൂട്ടുമായി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ, രാവിലെ ഒട്ടകത്തെ തീറ്റാൻ പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഒട്ടകത്തിന്റെ വയറ് നിറഞ്ഞില്ല എന്ന കാരണത്താൽ തൻ്റെ ക്രൂരനായ പിതാവ് ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് ചാട്ടവാറുകൊണ്ട് തന്നെ അടിക്കുമല്ലോ എന്നോത്ത് വീട്ടിലെത്തുമ്പോൾ ചാട്ടവാറിന്റെ അടിയേറ്റ് പ്രഹരമേറ്റ് പുളയേണ്ടി വരുമല്ലോ എന്നോത്ത് കണ്ണുകൾ ഈറനണിഞ്ഞ് പേടിയോടെ ഭീതിയോടെ വിഹുലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ നടന്നു പോകുന്ന ഒട്ടകത്തിന്റെ ചാട്ടവാറും പിടിച്ചുകൊണ്ടുപോയ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ആ ഇടയ ചെറുക്കനാണ് പിൽക്കാല ലോക ചരിത്രത്തിൽ നെപ്പോളിയനെ പോലും വിസ്മയിപ്പിച്ച, ഗാന്ധിജിയെ പോലും ആഗ്രഹിപ്പിച്ച, ആർക്കും വഴങ്ങാത്ത ലോകത്തിന്റെ ഏറ്റവും വലിയ ഒരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ ആത്മീയതയുടെ അത്യുന്നതത്തിലേക്ക് കടന്നുപോയ മൊറോക്കോ മുതൽ യൂറോപ്പ് വരെ ഒരൊറ്റ സമയത്ത് തൻ്റെ അധികാരത്തിന്റെ കീഴിൽ അടക്കി ഭരിച്ച ലോകം കണ്ട ഏറ്റവും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യനാണ് സൈപ്രസ് മുതൽ മൊറോക്കോ വരെ ഒരേ സമയത്ത് ഈ ലോകത്ത് മുഴുവനും അടക്കി ഭരിച്ച, പിൽക്കാലത്ത് ലോകം കണ്ട കിസ്റയും കൈസറും പേര് കേട്ടാൽ ഞെട്ടിവിറക്കുന്ന ലോകം കണ്ട മഹാനായ മനുഷ്യനായി മാറിയ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ആയി മാറിയത് ഈ ഇടയ ചെറുക്കനാണ്. ഈ ഇടയ ചെറുക്കനിൽ നിന്ന് ലോകത്തിന്റെ ചരിത്ര പുരുഷനിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ ദൂരം, ഒരു മാനസാന്തരത്തിന്റെ ദൂരമാണ്. ആർക്കും അനുകരിക്കാൻ കഴിയുന്ന, ആർക്കും വിധേയപ്പെടാൻ കഴിയുന്ന, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരു പ്രകാശത്തിന്റെ ഗോപുരമായി, ഒരു വടിവിളക്കായി തെളിയിക്കാൻ കഴിയുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു. ആ ഹസ്രത്ത് ഉമറിനെ നാം പരിചയപ്പെടുകയാണ്. ആരാ ഹസ്രത്ത് ഉമർ? എൻ്റെ പല പ്രഭാഷണങ്ങളിലും ഞാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസംഗിക്കുകയും പല പ്രാവശ്യം ഞാൻ അതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, പല കാസറ്റുകളിലും പല പ്രഭാഷണങ്ങളിലും. ഞാൻ ഇന്ന് ഉമറിനെ ഒരു സമകാലീന ദർപ്പണത്തിലൂടെ ഒരു പുനർവായന നടത്തുകയാണ്. ഈ സമകാലിക ദർപ്പണത്തിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയൊരു മനുഷ്യനെ, ആ മനുഷ്യന്റെ ജീവിതവുമായി നാം ഒരു പുനർവായന നടത്തുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, കേരള രാഷ്ട്രീയത്തിലെ ഇന്നലത്തെയും ഇന്നത്തെയും വർത്തമാന പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടേറിയ വാർത്ത, ബാറുകൾക്ക് ലൈസൻസ് പുതുക്കണോ അതോ വേണ്ടയോ? ചിലർ പറഞ്ഞു പുതുക്കണം, ചിലർ പറഞ്ഞു പുതുക്കണ്ട, ചില മഹാമാര് പറഞ്ഞു നിലനിൽക്കുന്ന സ്റ്റാറ്റസിൽ തന്നെ പോകട്ടെ. മറുവിഭാഗത്തെ ആളുകൾ പറഞ്ഞു സമ്മർദ്ദത്തിന് വഴങ്ങി ഒരാളുടെ വ്യക്തിയുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ ബാറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മദ്യക്കച്ചവടത്തിന്റെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനമെന്ന റവന്യൂ വരുമാനത്തിന് ശേഷം ഗവൺമെന്റ് വിശേഷിപ്പിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനുകളിൽ വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്ത് കിട്ടുന്ന ചില്ലറ നാണയത്തൊട്ടുകൾ അവന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ശരീരത്തിന്റെ അവശിഷ്ടം മുഴുവനും വൈകുന്നേരമായി കഴിയുമ്പോൾ അവന്റെ തീരാ ദുഃഖത്തിന്റെ വിപത്തിലോട്ട് കടത്തിക്കൊണ്ടുപോകുന്ന, ഈ നാടുകളിൽ മദ്യപന്മാരെ സൃഷ്ടിക്കുന്ന, സാമൂഹ്യ ദ്രോഹികളെ സൃഷ്ടിക്കുന്ന, ലോകം കണ്ട ഏറ്റവും വലിയ പാപമായ തിന്മയുടെ മാതാവെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞ ഏറ്റവും വലിയ മഹാമാരിയായി ഇന്ന് സമൂഹത്തിന് ഒഴിവാക്കാൻ കഴിയുന്ന വിപത്തായ
മദ്യത്തിന്റെ മക്കയിലെ ഏറ്റവും വലിയ അടിമയായിരുന്നു ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു. പറയാറായിട്ടില്ല, ഇത് മദ്യപനായ ഉമറിന്റെ പൂർവ്വകാലം. ആ ഉമർ മക്കയിലെ ഏറ്റവും വലിയ കുടിയനായിരുന്നു ഉമറിന് കുടിക്കാതെ മദ്യമില്ലാതെ ഉമറിന് ഒരു നിമിഷം പോലും തള്ളി നിൽക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഉമർ. ചില ആളുകൾക്കുണ്ടല്ലോ, മദ്യമില്ലെങ്കിൽ അവന്റെ വിരലിങ്ങനെ വിറക്കും, അവന്റെ കൈ വിറക്കും, മദ്യമില്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല. ആ രീതിയിൽ മദ്യത്തെ മയക്കുന്ന രാത്രികളിൽ ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും മുക്കാല ചന്തയുടെ മറുഭാഗങ്ങളും സിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ മദ്യവുമായി ഏറ്റവും വലിയ കാമുകയെ പോലെ തന്നെ മദ്യത്തെ തന്നെ മാറോടടക്കി ചേർത്ത് പിടിച്ച, മദ്യമില്ലാതെ ഒരു സമയത്ത് പോലും ജീവിക്കാതിരിക്കാൻ കഴിഞ്ഞ മക്ക കണ്ട ഏറ്റവും വലിയ മദ്യപാനത്തിന്റെ ഉടമയായ ഈ ഉമറാണ്. ആ ഉമറിന് പിന്നീട് മാനസാന്തരത്തിന്റെ മാതൃകയായി മാറിയപ്പോ, ഉമറിന്റെ ജീവിതത്തിലേക്കൊരു മാനസാന്തരത്തിന്റെ വെളിച്ചം വന്നപ്പോ ആ ഉമർ പിന്നീട് ആരായി മാറിയെന്നറിയോ? പാതിരാ സമയങ്ങളിൽ ആ നാട്ടുകാർ ഉമറിനെ കുറിച്ച് പറയുക, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്നാൻ പർവ്വതത്തിന്റെ അല്ലെങ്കിൽ ലുക്കാല ചന്തയുടെ മറുഭാഗത്ത് മദ്യപിച്ചിട്ട് മതോന്മത്തനായി തെരുവോരങ്ങളിലെ വിവസ്ത്രനായി തെറിപ്പാട്ട് പാടിക്കൊണ്ട് കിടക്കുമ്പോ പാതിവടിയിലൂടെ മക്കയിലൂടെ നടന്നു പോകുന്ന നാട്ടുകാര് പച്ചത്തെറി വിളിച്ചിട്ട് വിവസ്ത്രനായി സ്വന്തം കാമുകിമാരുമായി മദ്യപത്തിന്റെ മദ്യപാനിയുടെ കുപ്പികളുമായി കണക്ക് പറഞ്ഞിട്ട് നടന്നു പോയ ആ ഉമർ തന്റെ നാട്ടിൽ ഇങ്ങനെ മദ്യപിച്ചിട്ട് വടിയിൽ കിടക്കുമ്പോഴാ ആ നാട്ടുകാർ ഉമറിനെ നോക്കിയിട്ട് പറഞ്ഞത്, ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഈ ഉമറിന്റെ പിതാവായ ഖത്താബ് വളർത്തുന്ന കഴുതക്ക് മാനസാന്തരമുണ്ടായാലും ആ ഖത്താബിന്റെ മകനായ ഉമറിന് മാനസാന്തരമുണ്ടാവില്ലെന്ന് വൈകുന്നേരം മദ്യപിച്ച് വടിയരികിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കി ആ നാട്ടുകാർ മുഴുവനും എഴുതി തള്ളിയ, മദ്യമില്ലാതെ മദ്യമാണ് എന്റെ കാമുകയെന്ന് ലോകത്തോട് പാടിക്കൊടുത്ത ആ മനുഷ്യനാണ് പാതിരാ സമയത്ത് തെറിപ്പാട്ട് പാടിയ നാവ്. ആ നാവിനെ നോക്കിയിട്ട അവസാന ജീവിതത്തിലേക്ക് മാനസാന്തരം വന്നപ്പോ ആ പച്ച തെറിപ്പാട്ട് പാടി മക്കാരുടെ പേടി സ്വപ്നമായ ആ നാവിലേക്ക് നോക്കിയിട്ടാണ് അവസാന മാനസാന്തരം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഉമറേ, ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. ഹസ്രത്ത് ഉമർ മാനസാന്തരത്തിന്റെ മാതൃക ആ പച്ച തെറിപാടിയ അതേ നാവിലേക്ക് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വ ഖൽബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ മുദ്രണം ചെയ്തിരിക്കുന്നത് ഉമറേ നിന്റെ നാവിലാ. നിന്റെ നാവിലൂടെ നീ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ തീരുമാനമാണത്, സത്യമാണെന്ന് പച്ചത്തെറി പറഞ്ഞ നാവിനെ നോക്കിയിട്ട് അത് അല്ലാഹുവിന്റെ സത്യം പറയുന്ന നാവാണെന്ന് പറയുന്ന രീതിയിൽ മാനസാന്തരത്തിന്റെ മഹോന്നത മേഖലയിലോട്ട് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാതിരാത്രിയിൽ മദ്യത്തിന്റെ വ്യഭിചാരത്തിന്റെ ലഹരിയുടെ അടിമയായി ആ നാട്ടുകാരുടെ പേടി സ്വപ്നമായി കഴുതക്ക് മാനസാന്തരമുണ്ടായാലും ഈ മനുഷ്യന് മാനസാന്തരമുണ്ടാവില്ല, ഇവൻ നശിച്ചവനാണെന്ന് ആ നാട്ടുകാർ ശപിച്ച മനുഷ്യനോട് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് രണ്ടാമത് പറഞ്ഞത്, ഇതോടുകൂടി എന്നോടുകൂടി ഞാനോടുകൂടി ഈ ലോകത്തിന്റെ പ്രവാചകത്തിന്റെ ശൃംഖല അവസാനിക്കുകയാ. പ്രബോധന വീതിയിൽ പ്രബോധനവുമായി പ്രബോധിത സമൂഹത്തിനോട് പ്രബോധനം നടത്താൻ വന്ന പ്രവാചകന്മാരുടെ ശൃംഖല ഇവിടെ അവസാനിക്കുകയാ. എനിക്ക് ശേഷം എങ്ങാനും ഒരു പ്രവാചകൻ ഈ സമൂഹത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതാരാന്നറിയോ? ഉമർ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഉമറാണെന്ന് പറയാ. ആരാ സഹോദരങ്ങള്? ഒരു നാട് എഴുതി തള്ളിയവനെ റിസാലത്തിനെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന സംശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ മനുഷ്യനെന്നല്ലാണ്ട് റസൂല് പറയുമ്പോ ഇതാരെ കുറിച്ചാ പറയുക? മാനസാന്തരത്തിന്റെ മാതൃകയെ കുറിച്ച്.
മാനസാന്തരത്തിന്റെ മാതൃകയെ കുറിച്ച് ആരടാ എന്ന് ചോദിച്ചാ ഉക്കാല ചന്തയില് പേശിയിൽ നിന്ന് മല്ലന്മാര് വന്ന് ഗുസ്തി നടത്തിയിട്ട് മക്കാ ഖുറൈശികളെ മുഴുവനെ പരാജയപ്പെടുത്തി. ആരുണ്ടടാ നിങ്ങളെ പരാജയപ്പെടുത്താനെന്ന് ചോദിക്കുമ്പോ ആ സമയത്ത് ഗോദയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് ഞാനുണ്ടടാ എന്ന് പറഞ്ഞ് പേർസിയിലെ അധികായന്മാരായ മല്ലന്മാരെ നിമിഷം കൊണ്ട് മലത്തിയടിച്ച് അവന്റെ നെഞ്ചിലേക്ക് കാലെടുത്തു വെച്ചിട്ട് നെഞ്ചത്ത് കൈയടിച്ചിട്ട് ആരുണ്ടടാ ഖത്താബിന്റെ മകൻ ഉമറിനെ തോപ്പിക്കാനെന്ന് വെല്ലുവിളിച്ച മനുഷ്യനാണ്. ആരടാ ഉമറിനോട് എതിരിടാനെന്ന് മക്കാ ഖുറൈശികളുടെ നെഞ്ചിന് നേരെ ആരെയും കുസാട ചോദിച്ച ധിക്കാരിയായ ഉമറിന്റെ നാവിന് വാളിന്റെ മൂർച്ചയാണെന്ന് ആ ഉമറിന്റെ നാവ് കൊണ്ടാണ്, അതേ ഉമറിന്റെ നാവ് കൊണ്ടാണ് ഉക്കാല ചന്തയിലെ തെറിപ്പാട്ട് പാടിയ ഉമറിന്റെ നാവ്, ആ നാവ് ആകാശത്തിലേക്ക് കണ്ണുകുളിയെത്തിയിട്ട് അല്ലാഹുവേ നാവ് കൊണ്ട് വിളിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് 20ഓളം ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത് ഉമറിന്റെ നാവിന്റെ പേരിലാ. പിന്നീട് ഈ മനുഷ്യനാരായി മാറി ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത, അനുകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു റൊമാൻറ്റിക് ഭാവനക്കൊരു നാടക രചയിതാവിന്റെ സങ്കല്പത്തിന് പോലും ഒരുങ്ങാൻ കഴിയാതെ ഈ മനുഷ്യന്റെ നാവെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ പേരിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 20ഓളം ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ